എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് റെഗുലർ വിഭാഗം ഡിപ്ലോമ അഡ്മിഷനായിട്ടുള്ള അപേക്ഷകൾ നാളെ അവസാനിക്കും. അതായത് വൺ ടൈം രജിസ്ട്രേഷനാണ് നാളെ അവസാനിക്കുന്നത്. അപ്പോൾ ഒരു വിദ്യാർത്ഥി പോളിടെക്നിക് കോഴ്സുകളിലേക്ക് ഏത് വിഭാഗത്തിലാണോ അപേക്ഷിക്കേണ്ടത് അതിൻ്റെ വൺ ടൈം രജിസ്ട്രേഷൻ ആദ്യം ചെയ്യുക എന്നുള്ളതാണ് ആപ്ലിക്കേഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അവിടെ ഈ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂൺ 12-ാം തീയതി വരെ ഉണ്ടെങ്കിലും ഇതിൻ്റെ ആ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് പിന്നീട് ആ ഒരു കംപ്ലീഷൻ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ലാസ്റ്റ് ഡേറ്റ് ഈ ഒരു ജൂൺ 10 എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ജൂൺ 10-ാം തീയതിക്കകം വിദ്യാർത്ഥികൾ ഈ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുകയും അതുപോലെ ഫീ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു സ്റ്റെപ്പിലാണ് വരുന്നത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. 200 രൂപ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് ഫീസ് വേണ്ടത്. SC/ST വിഭാഗം ആണെങ്കിൽ 100 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ലിങ്ക് മുഖേന നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റെപ്പ് ആരംഭിക്കാവുന്നതും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ആ ഒരു കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നൽകാവുന്നതും ആണ്. അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അപേക്ഷയിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് വേണ്ടത്, അതായത് നേറ്റിവിറ്റി, കമ്മ്യൂണിറ്റി, കാസ്റ്റ്, അതുപോലെ തന്നെ നോൺ ക്രിമിലിയർ, ഇതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണോ വേണ്ടത് ആ ഒരു ഡോക്യുമെൻറ്റുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഫീസ് ആനുകൂല്യങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് നിർബന്ധമാണ്. ഇതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ള കാര്യം പറയാം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ അപേക്ഷകൾ ഈ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം പിന്നീട് കാൻഡിഡേറ്റായി ലോഗിൻ ചെയ്തുകൊണ്ട് അത് നിങ്ങൾക്കൊരു യൂസർ നെയിം അതുപോലെ തന്നെ പാസ്വേഡൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എല്ലാവിധ കാര്യങ്ങളും ഡീറ്റെയിൽസും നൽകിക്കൊണ്ട് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അത് നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകളിലാണ് അഡ്മിഷൻ വേണ്ടത്, ഏതൊക്കെ കോളേജുകളിലാണ് പോളിടെക്നിക് കോളേജുകളിലാണ് അഡ്മിഷൻ വേണ്ടത് അതനുസരിച്ച് നിങ്ങൾ ഓപ്ഷനുകൾ കൊടുക്കണം. നിങ്ങൾക്ക് കോളേജുകൾ കോഴ്സുകൾ ഏതൊക്കെയാണ് ഉള്ളതെന്ന് അറിയണമെങ്കിൽ ഇവിടെ ഡൗൺലോഡ്സിൽ കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മറ്റൊരു പേജിലേക്ക് ഡൗൺലോഡ്സിൻ്റെ ആ ഒരു പേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു പേജിൽ നിങ്ങൾക്ക് അവിടെ കോഴ്സസ് ആൻഡ് കോളേജസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ ആ ഒരു പേജ് ലോഡായിട്ടില്ല, ജസ്റ്റ് ഇപ്പോൾ ലോഡാവും. അപ്പോൾ ആ ഒരു ഡൗൺലോഡ്സിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കോഴ്സ് ആൻഡ് കോളേജസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിവിധ PDF-ൻ്റെ ലിങ്കുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ, അതായത് ഇപ്പോൾ ആ ഒരു പേജ് എന്തുകൊണ്ടോ ലോഡായിട്ടില്ല. അപ്പോൾ നമുക്ക് ആ ഒരു പേജ് ജസ്റ്റ് ഒന്നുകൂടി ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ആ ഒരു പേജ് ജസ്റ്റ് ലോഡായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. അതായത് ഡൗൺലോഡ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏത് കോഴ്സാണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ നിലവിൽ ആ ഒരു പേജ് ലോഡായിട്ട് നിലവിൽ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതായത് ആദ്യം തന്നെ ഇതിൻ്റെ ആ ഒരു റാങ്ക് ലിസ്റ്റാണ് പ്രസിദ്ധീകരിക്കുക. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അതായത് താൽക്കാലിക റാങ്ക് ലിസ്റ്റും അതുപോലെ തന്നെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റുമാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ അപേക്ഷയിൽ ഏതൊരു വിധത്തിലുള്ള വിവരങ്ങളും എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അതായത് സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകളാണ് അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ പോളിടെക്നിക് കോളേജിലാണ് അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് മാത്രം ഓപ്ഷൻസ് കൊടുക്കുക. പല പോളിടെക്നിക് കോളേജുകളിലും മെക്കാനിക്കൽ ഉണ്ടാകും, അതുപോലെ തന്നെ അതായത് ഇലക്ട്രോണിക്സ്, അതുപോലെ ഇലക്ട്രിക്കൽസ്, ഇതുപോലെ വിവിധ കോഴ്സുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ കാർപ്പൻട്രി, അതുപോലെ വിവിധ തരത്തിൽ അതായത് പലതരത്തിലുള്ള കോഴ്സുകൾ ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സാണ് പഠിക്കാൻ താല്പര്യമുള്ളത് അത് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് കോളേജുകൾ അനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഓപ്ഷനുകളൊക്കെ നൽകി നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നൽകി റിസർവേഷനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നൽകി, അതായത് ഫീസ് ആനുകൂല്യമൊക്കെ ഉണ്ടെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ആപ്ലിക്കേഷനൊക്കെ നൽകിയ ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ താൽക്കാലിക റാങ്ക് ലിസ്റ്റ്, അതായത് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ താൽക്കാലിക റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അപ്പോൾ താൽക്കാലിക റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ അത് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് എന്നാണ് പറയുക. അതോടൊപ്പം തന്നെ ട്രയൽ അലോട്ട്മെൻറ്റും ഒരുമിച്ചാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഉള്ളതെന്ന് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിനുശേഷം ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ എഡിറ്റ് ചെയ്യാം. ഓപ്ഷൻസ് ഉൾപ്പെടെ നിങ്ങൾക്ക് ഏത് വിവരങ്ങളും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ തിരുത്തിയ ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനലായിട്ട് സബ്മിറ്റ് ചെയ്യുക. അങ്ങനെ അത് ഈ ഒരു ആദ്യം സബ്മിറ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഈ രീതിയിൽ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യം പറയുന്നത് തരാം. അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വരുന്നത് അതായത്
അപ്പോൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വരുന്നത് ഇങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻ്റ് ആണ് വരിക. ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം ഫസ്റ്റ് അലോട്ട്മെൻ്റ് ആണ് വരിക. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു പോളിടെക്നിക് കോളേജിൽ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. ചില വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനല്ല കിട്ടിയത്, രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഓപ്ഷൻ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവും. ഒന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണം. രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ അല്ലെങ്കിൽ അഞ്ചാമത്തെയോ ഒക്കെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റായിട്ട് ലഭിക്കുന്നതെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് റിപ്പോർട്ട് ചെയ്യാം. റിപ്പോർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു പോളിടെക്നിക്കിൽ പോവുക. നിങ്ങൾക്ക് അവിടെയുള്ള അഡ്മിഷൻ നിങ്ങൾക്ക്, അതായത് ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു സീറ്റ് എനിക്ക് താല്പര്യമില്ല, എന്നാൽ അടുത്ത അലോട്ട്മെൻറ്റിൽ തന്നെ പരിഗണിക്കപ്പെടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു സീറ്റിൽ താൽക്കാലികമായിട്ട് അഡ്മിഷൻ മതി. അപ്പോൾ അങ്ങനെയെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾ തൊട്ടടുത്തുള്ള ITIയിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾ അവിടെ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തും. അതായത് എവിടെയാണോ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് ഉണ്ടായിരുന്നത് അവിടെ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ അവിടെ എടുത്തു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അവിടെ ആക്കും. അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻസ് ഒക്കെ കിട്ടിയ വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷൻ പോയിട്ട് എടുക്കേണ്ടി വരും. അതിനുശേഷം പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എവിടെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പോയിട്ട് ടെമ്പററി അഡ്മിഷന് പകരം പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടി വരിക. എനിക്കിപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷനിലാണ് ഏതെങ്കിലും ഒരു പോളിടെക്നിക്കിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനവിടെ ടെമ്പററി അഡ്മിഷനാണ് എടുത്തത്. അപ്പോൾ അതിന് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് മൂന്നാമത്തെ ഓപ്ഷനിലാണ് മാറ്റം കിട്ടിയത്. അതല്ലെങ്കിൽ മാറ്റമൊന്നും കിട്ടാത്ത അഞ്ചാമത്തെ ഓപ്ഷനിൽ തന്നെയാണെങ്കിലും ഞാൻ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം എവിടെയാണോ എൻ്റെ അഡ്മിഷൻ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ഉണ്ടായിരുന്നത് അവിടെ ഞാൻ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം. അങ്ങനെ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് വിവിധ കോളേജുകൾ, അതായത് ഈ ഒരു നോഡൽ പോളിടെക്നിക്കൽ കോളേജ് ലെവലിലായിട്ട് അലോട്ട്മെൻറ്റ് നടത്തും. നോഡൽ പോളിടെക്നിക് കോളേജ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഓൺലൈനായിട്ട് ആ ഒരു സമയത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഓപ്ഷനുകൾ കൺഫേം ചെയ്യുകയും അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾ ജില്ലാ പോളിടെക്നിക് കോളേജുകളുണ്ടാകും. അത് ഓരോ ജില്ലയിലും അതത് ജില്ലയിലെ പോളിടെക്നിക് കോളേജുകളുടെ ഒരു ഹെഡായിട്ടുള്ള ഒരു നോഡൽ പോളിടെക്നിക് കോളേജുകളുണ്ടാകും. അപ്പോൾ ആ ഒരു പോളിടെക്നിക് കോളേജിൽ വെച്ച് ഓരോ ജില്ലയിലെ പോളിടെക്നിക് കോളേജിൽ വെച്ച് നിങ്ങളുടെ ഒരു സ്പോട്ട് അഡ്മിഷൻ രീതിയിൽ അലോട്ട്മെൻറ്റ് നടത്തും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിൽ പങ്കെടുത്ത് അങ്ങനെ പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ നേടാവുന്നതും അതുപോലെ തന്നെ മറ്റൊരു കോളേജ് അല്ലെങ്കിൽ മറ്റൊരു കോഴ്സിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അങ്ങനെ മാറാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനുശേഷം പിന്നീട് നടത്തുന്നതാണ് കോളേജ് ലെവൽ സ്പോട്ട് അഡ്മിഷൻ. അതായത് ഓരോ കോളേജിലെയും പോളിടെക്നിക് കോളേജിലെയും വേക്കൻസി ഫില്ല് ചെയ്യാൻ വേണ്ടി നടത്തുന്ന അലോട്ട്മെൻറ്റുകളാണ് സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത്. ഇത് ഒന്നോ രണ്ടോ ഈ കോളേജ് ലെവൽ സ്പോട്ട് അഡ്മിഷൻ നടത്താറുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്ത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏത് പോളിടെക്നിക് കോളേജിലാണ് നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കാൻ പോകുന്നത്, അതായത് അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് ആ ഒരു പോളിടെക്നിക് കോളേജിൽ സ്പോട്ട് അഡ്മിഷൻ എപ്പോഴാണ് നടത്തുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അതായത് സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രസിദ്ധീകരിക്കും. അപ്പോൾ ആ ഒരു സ്പോട്ട് അഡ്മിഷൻ്റെ ഷെഡ്യൂൾ കൃത്യമായിട്ട് പരിശോധിക്കുകയും നിങ്ങൾക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ആ ഒരു പോളിടെക്നിക് കോളേജിൽ എപ്പോഴാണ് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നത് ആ ഒരു സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളാണെങ്കിൽ അഡ്മിഷൻ സ്ലിപ്പ് എടുത്ത് പോകുക. അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥി, ഇതൊരു അഡ്മിഷൻ പോളിടെക്നിക്കിൽ കിട്ടാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ എല്ലാവിധ ഡോക്യുമെൻറ്റ്സും അഡ്മിഷൻ ലഭിച്ചാൽ ഫീസ് അടക്കാനുള്ള ആ ഒരു പൈസയും എടുത്തുകൊണ്ട് നിങ്ങൾ പോയിട്ട് അഡ്മിഷനായിട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പങ്കെടുത്ത് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അന്നേ ദിവസം തന്നെ ആ ഒരു അഡ്മിഷൻ ഫീസ് അടക്കാവുന്നതും പിന്നീട് തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് ഏത് പോളിടെക്നിക് കോളേജിലാണോ കിട്ടിയത് ആ ഒരു പോളിടെക്നിക് കോളേജിൽ പോയിട്ട് നിങ്ങളുടെ അഡ്മിഷൻ സ്ഥിരപ്പെടുത്താവുന്നതുമാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് പിന്നീട് ഇതിൻ്റെ സ്പോട്ട് അഡ്മിഷൻ നടത്തുക. ഇതിനുശേഷം പിന്നീടും വേക്കൻസി വരികയാണെങ്കിൽ പോളിടെക്നിക് കോളേജിൽ വീണ്ടും സ്പോട്ട് അഡ്മിഷൻ നടത്തി ആ ഒരു സീറ്റ് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാനും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാനുള്ള സൗകര്യമുണ്ട്. എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും കിട്ടിയുള്ള ആ ഒരു സീറ്റിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടത് നിർബന്ധമായിട്ട് വരും. അതിനുശേഷം പിന്നീട് കോളേജ് ലെവൽ, അതായത് കോളേജ് ലെവലിൽ നോഡൽ പോളിടെക്നിക് കോളേജ് ലെവലിൽ സ്പോട്ട് അഡ്മിഷൻ നടത്തും. പിന്നീട് കോളേജ് ലെവലുകളിൽ ഈ ഒരു സീറ്റ് ഫില്ല് ചെയ്യപ്പെടുന്നതുവരെ വിവിധ ഘട്ടങ്ങളിലായിട്ട് സ്പോട്ട് അഡ്മിഷൻ നടത്തുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് പോളിടെക്നിക് കോളേജിൻ്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപേക്ഷകൾ നൽകുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു for watching.